അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കാണ്. ഡെയിലി വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ ടൈം ഉണ്ടാകുന്നില്ല. എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് ആവും. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെയും സമയം പെയ്യും. ആ ടൈമിൽ വീഡിയോ ഇട്ടാൽ കാണാൻ ആളും ഉണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കട്ടൻ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ മസാല പൊടിച്ചെടുക്കുകയെന്ന് ഗരം മസാല പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് പാക്കറ്റ് വാങ്ങിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ജീരകവും ചെറിയ ജീരകമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കറുവാപ്പട്ടിയും പിന്നെ ആ മുട്ടൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. കുറച്ചധികം മസാല കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ നല്ല പോലെ വറുത്തിട്ട് അവിടെ തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് തന്നെ ഞാൻ ഉള്ളിയൊക്കെ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി പിന്നെ ഹാഫ് മോണിൻ്റെ മസാല ഉണ്ടാക്കിയോണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെയുണ്ട്. അതാണ് അതിൻ്റെ തൊലിയൊക്കെ കാണുന്നത്. അങ്ങനെ ഉള്ളീൻ്റെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പിട്ട വീഡിയോയിൽ ഞാൻ Q&A ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിന്, നിങ്ങളുടെ ഉമ്മാക്ക് എത്ര മക്കളാണ്, നിങ്ങളുടെ ഉപ്പ കൂടെയാണോ നിൽക്കാറെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 2-3 കമൻറ്റ് അതിൽ ഇങ്ങനെ ആൻസർ കൊടുക്കേണ്ടതായിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങ് കൊടുത്താൽ മതിയല്ലോ, അതിനായിട്ടൊരു വീഡിയോ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് എത്ര മക്കളെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാക്ക് 7 മക്കളുണ്ട്. എനിക്ക് ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്, പിന്നെ 4 ഏട്ടന്മാരുണ്ട്. ഞാൻ 6ാമത്തെയാണ്, അനിയത്തി 7ാമത്തെയാണ്. ഇപ്പോൾ 6ാമത്തെ ആളും 7ാമത്തെ ആളാണ് ഒരുമിച്ച്. അനിയത്തിൻ്റെ വീടും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓളും അടുത്ത് തന്നെ മാറും. ഉപ്പ ശരിക്കും ഓള കൂടിയാണ് ഉണ്ടായത്. ഇപ്പോൾ ഓള് എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് ഉപ്പാവും കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഓളടുത്ത് എന്ന് പറഞ്ഞാലും നമ്മൾ മുറ്റത്ത് തന്നെയാണ് വീട്, അപ്പുറം ഇപ്പുറം തന്നെയാണ്. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയില്ലേ. പിന്നെ നമ്മുടെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ പഴം വണ്ടിയും വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരു 10 കിലോ പഴം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ച മസാലയില്ലേ അതൊക്കെ പൊടിച്ച് അതിനൊരു ഭാഗത്താക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഉള്ളിയൊക്കെ കഴുകിയെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് കറി ഒന്ന് കാച്ചിയെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുപയർ കുക്കറിൽ ഇട്ടിട്ടുണ്ട് അതിന് വേവിക്കാൻ വേണ്ടിയിട്ട്. ചെറുപയറൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ചെറുപയർ മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷമാണ് നമ്മുടെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കി ഉള്ളിയും കൂടെ വന്നിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അനിയത്തി ഹാഫ് മോൺ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ പയർ വേവിച്ച് അതേ കുക്കറിലേക്ക് തന്നെ പിന്നെ ഗ്രീൻ പീസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. അത് പച്ചക്കറി സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസ് വേവിക്കുന്നത്. എന്നിട്ട് ഞാനിതാ പച്ചക്കറി സമൂസക്ക് വേണ്ടിയിട്ടില്ല ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പടവലങ്ങ ഉച്ചക്കേക്ക് കറി വറവിന് വേണ്ടിയിട്ടില്ല പടവലങ്ങയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം ഒരേപോലെ നടക്കണമല്ലോ നമ്മളെ പരിപാടിയൊക്കെ. ഉച്ചക്കേത്തിലെ ഫുഡും ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ സ്നാക്സിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതിന് ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടില്ല ഉള്ളിയാണ് അവിടെ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ വെജിറ്റബിൾ മസാലയ്ക്ക് വേണ്ടിയിട്ടില്ല ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും കാബേജും ഒക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾ കമൻറ്റിൽ എപ്പം പറയുന്നുണ്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സി വാങ്ങിക്കൂടെയെന്ന്. ആ മിക്സിയിൽ കട്ട് ചെയ്താൽ നമുക്ക് ശരിയാവില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ കട്ട് ചെയ്താൽ ഫുൾ ഇങ്ങനെ ഒരു നല്ലോണം ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുപോലെ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ മിക്സിയൊന്നും നമുക്ക് വാങ്ങണമെന്ന് തോന്നാത്തത്. ഇൻഷാല്ല എന്തായാലും വാങ്ങും, നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള പരിപാടിക്കൊന്നും അത് നടക്കും തോന്നില്ല. പിന്നെ ഞാനൊരു സ്പെഷ്യലായിട്ടാണ് പുട്ട് തിന്നുന്നത്. ഇങ്ങനെ ആരെങ്കിലും പുട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ചെറുപയർ കറിയും പഞ്ചസാരയും പുട്ടും കൂടെ ചേർന്നിട്ടാണ് ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തിന്നുന്നത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പഴം വേഗം കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കായയുടെയും ഓർഡർ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കായയാണ് കുക്കറിൽ വെക്കുന്നത്. ഒരടുപ്പത്ത് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് പിന്നെ
കായും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മസാല പൊടിച്ചത് ഞാൻ ഓരോ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. ബാക്കി ഒരു കവറിലും എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ കഴിഞ്ഞാൽ ഇന്ന് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അതിനകത്ത് ഹാഫ് മൂണിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബ്രെഡൊക്കെ കോട്ട് ചെയ്യാനായാലും. പിന്നെ ഞാനിതാ വെജിറ്റബിൾ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാളയൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം മഞ്ഞപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷമാണ് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. കാബേജും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടി തന്നെയാണ് ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുത്തത്. കാരണം ആ പച്ചക്കറിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടില്ലേ, കുറച്ച് ഒഴിച്ചിട്ടില്ലും ഒരുപാടൊന്നും ഒഴിച്ചിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ പഴമൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ട്രിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ട് ഇതാ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഴം പുഴുങ്ങിയത് ഞാൻ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്, നല്ല പോലെ അരയാൻ വേണ്ടിയിട്ട്. പിന്നെ അത്യാവശ്യം പഴുപ്പത്താത്ത പഴമായതുകൊണ്ട് പിന്നെ ഗ്രൈൻഡറിലിട്ടിട്ട് അരക്കുന്നത്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രൈൻഡറിൽ തന്നെ ഇട്ടിട്ട് അരക്കൽ. പിന്നെ കൈ കൊണ്ടൊന്നും മെനക്കെടാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ ചോറിന് വെള്ളം വെച്ച് ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ കായടക്ക് വേണ്ടിയിട്ടുള്ള പണ്ടം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ എല്ലാവരും ആഗ്രഹിച്ചത്. ഞാൻ കുറേ നാളും കടന്നിട്ടൊക്കെ ആയി. അന്നേരമൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് വീണ്ടും എനിക്ക് ഇതേപോലെ സജീവമായിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ തിരിച്ചും എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെയും ഉൾപ്പെടുത്താറുണ്ട്. ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ ഒരിടം പ്രത്യേകം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മസാലയൊക്കെ റെഡിയായി. പിന്നെ അനിയത്തി സമൂസൻ്റെ ഷീറ്റൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഷീറ്റ് സമൂസ റെഡിയാക്കി എടുക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ പടവലങ്ങ കാച്ചിയിട്ട് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനൊരു കുഞ്ഞു ചട്ടി, നല്ല അടിപൊളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി പൊരേ കറി ഉണ്ടാകും. നമുക്ക് പിന്നെ അത്രേ കറി വേണ്ടോ, അതുകൊണ്ട് പിന്നെ കുഞ്ഞു ചട്ടി മതി. അതിലേക്ക് തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി പിന്നെ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി എടുത്തിട്ട് പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതും നല്ല പോലെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് 2-3 തക്കാളി കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് പിന്നെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഒരു 3-4 സ്പൂണ് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ അടച്ചു വെക്കും. അതിലേക്ക് പിന്നെ കുടംപുളിയും ചേർത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷമാണ് പിന്നെ തുറന്നിട്ട് അത് ഫുള്ളൊന്ന് ഇളക്കി ഉടച്ചെടുക്കൽ. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കും. അതിനുശേഷമാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇതാ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിയാപ്പിള മീനാണ്. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല മീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ കറണ്ട് ഉണ്ടായിട്ടില്ല, അതാ പിന്നെ വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ പിന്നെ കറിവേപ്പില എണ്ണയിലിടുമ്പം പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഐഡിയ പരമായിട്ട് മീനിൻ്റെ മേലെ വെച്ച് കൊടുക്കുക ഇതിന്. പിന്നെ അത് മറിച്ചിടുമ്പോൾ അടിയിലേക്ക് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടില്ല മീനും അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതിനകത്ത് സമൂസയൊക്കെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കായട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്, മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയും ഇതാ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും വിളമ്പി ടേബിൾമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കക്കിരിയും തൈരൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് അവരെല്ലാം ചോറ് വയ്ക്കാനിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം കായടൊക്കെ പേക്കാക്കിയിട്ടുണ്ട്. ഉച്ചക്കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ വേഗം പേക്കാക്കി കൊടുത്ത്. എൻ്റെ പേക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പേക്കിംഗ് ഒക്കെ ആക്കുന്നത്, നല്ല പോലെ കാണിച്ചു തരുന്നത്. ഇതുപോലെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഓരോരുത്തരൊക്കെ വിചാരിക്കൽ ഞാൻ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് പേക്കാക്കൽ എന്നൊക്കെ. ഞാൻ ഫ്രീസ് ചെയ്തതിന് ശേഷമല്ല പേക്കാക്കുന്നത്, ഇതുപോലെയാണ് പേക്കാക്കുന്നത്. പേക്കാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെക്കുന്നതാണ്. അതിൽ ഇടയിൽ ഇതാ പംകിൻ സീഡ് ഉണ്ട്,
ഉണ്ടായിന് നല്ല വറുത്തെടുത്ത ഉപ്പ കൊണ്ട് തന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ പണീൻ്റെ ഇടയിൽ തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹെൽത്തും നോക്കണമല്ലോ. അങ്ങനെ കായയുടെയൊക്കെ സെറ്റാക്കിയിട്ട് അതൊന്നും ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയതേലും പിന്നെ പണി ഫുള്ളും തീരാത്തതുകൊണ്ട് ഫുള്ളും നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടില്ല. പിന്നെ ഇതാ അതിന് ശേഷമാണ് മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. സ്നാക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വൈകുന്നേരം ഒരു 5 മണിയായിട്ടുണ്ട്. 5 മണിക്കാണ് അടുപ്പത്ത് വെച്ചത്. അതിൻ്റെ ഇടയിൽ ഇതാ മോള് സ്റ്റാർ പുളിയൊക്കെ കുലുക്കിയിടുന്നുണ്ട്. പിന്നെ ആർക്കോ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുലുക്കിയിട്ടത്. പിന്നെ ഇത് അതൊക്കെ പറക്കിയിട്ട് ഒരു കൊട്ടയിലാക്കിയിട്ട് അവർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. കാണുമ്പോൾ തിന്നണം എന്ന് വിചാരിക്കും, പക്ഷേങ്കിൽ തിന്നാൽ പറ്റൂല മക്കളെ. പൊളിച്ചിട്ട് അത് വായിൽ വെക്കാൻ കഴിയില്ല. വായിൽ നിന്ന് വെള്ളം വന്നാലും തിന്നാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഇത് നമ്മൾ പുതിയ ആളെ ഇറക്കിയിട്ടുണ്ട് മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും പറയും നാട്ടിൽ വന്നാൽ ഞാൻ തന്നെ എടുത്തോളും പണിയൊക്കെ എന്ന് പറയും. ഇപ്പം ഞാനിതാ പണി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇളക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നിട്ട് ഇളക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും സമൂസയൊക്കെ പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. ചായക്ക് കടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലൊന്നും ഞാൻ പിന്നെ ഉണ്ടാക്കില്ല. അങ്ങനെ സ്പെഷ്യലൊന്നും വേണമെന്ന് ഇല്ല ആളല്ല, വെറും ഒരു ഗ്ലാസ് കട്ടൻ ചായ മതിയെന്ന് എപ്പോഴും പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് ശേഷം ആണ് ഞാനിതാ രാത്രിയേക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചെമ്മീൻ കബ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ പകുതിയാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ഇതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സ്പൈസസും കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് ഒരു 3 ഉള്ളി മുറിച്ചത് പിന്നെ അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ടിട്ട് അതും നല്ല പോലെ ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഒരു 3 തക്കാളി അതിലേക്ക് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ല പോലെ വഴറ്റിയെടുക്കുക. പിന്നെ ഒരു മാഗി ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര അരിയാ എടുക്കുന്ന വെച്ചാൽ അതിന് കണക്കായിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ വെള്ളം തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കണം. പിന്നെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. എന്നിട്ട് അത് നല്ല പോലെ ഊറ്റിയെടുത്തതിന് ശേഷം അരിയിലേക്ക് ഇട്ട് നല്ല പോലെ തിള വരുമ്പം അതൊന്ന് ജസ്റ്റ് അടച്ചു വെക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ മരുന്നൊക്കെ റെഡി ആയിട്ട് അകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് രാവിലെ ബോട്ടിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു 3/4 വേവാകുമ്പം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മസാല ഒക്കെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും കൂടി വേണേനു, അതുണ്ടായിട്ടില്ല. പിന്നെ ഇതാ ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് അടച്ചിട്ട് അവിടെ വെക്കുക. അങ്ങനെ കബ്സപ്പൊടിയൊന്നും ചേർക്കാത്ത ചെമ്മീൻ കബ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിച്ചു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.